കല എന്നത് ഏവർക്കും വിസ്മയവും അത്ഭുതവും ആവേശവും ഒക്കെയാണ്. ഇതിൽ വിസ്മയം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മിക്കുന്നത് ജാലവിദ്യയാണ്. കൺകെട്ട് വിദ്യ എന്നൊക്കെ പറയും. അത് പണ്ഡിതന്മാരും പാവന്മാരും അതുപോലെ തന്നെ ഏവരും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു വിദ്യയാണ് ജാലവിദ്യ. ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് മാജിക് അക്കാദമിയുടെ ഡയറക്ടറും മുൻപ് സംസ്ഥാന സർവീസിലെ ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന ശ്രീ ചന്ദ്രസേനൻ സാറാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. എന്തായാലും ഈ മാജിക് ജാലവിദ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു വിസ്മയം ആണ്. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ദീർഘകാലം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ലോട്ടറീസ് വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് വിരമിച്ചത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ജാലവിദ്യയുമായിട്ട് സമരസപ്പെട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ മാജിക് അക്കാദമിയുടെ ഡയറക്ടറായിട്ട് എത്തി നിൽക്കുന്നു. എന്ത് തോന്നുന്നു? അതായത് വളരെ കുട്ടിക്കാലം മുതലേ ജാലവിദ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു കലാരൂപമായിരുന്നു. അത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ള ശാസ്ത്രത്തിന് വിപരീതമായി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അവിടെയാണല്ലോ അത്ഭുതം വരിക. അപ്രതീക്ഷിതമായി കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് അത്ഭുതം വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലിങ്ങനെ കിടക്കുകയും അതിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ഇന്ദ്രജാല രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് 96-ൽ നമ്മൾ ആദ്യമായിട്ട് ഏഷ്യയിലെ ആദ്യത്തെ മാജിക് അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം തിരുവനന്തപുരത്ത് തുടങ്ങുന്നത്. തിരുവനന്തപുരത്ത് അന്ന് മുതൽ പൂജപ്പുരയിൽ ആ അക്കാഡമിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പം മുതുകാട് സാറുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. എന്നെ ജാലവിദ്യ പഠിപ്പിച്ചത് ശാസ്ത്രീയമായ രീതിയിൽ എന്നെ ജാലവിദ്യ പഠിപ്പിച്ചത് മുതുകാട് സാറാണ്. അതിനുശേഷം ഞാൻ അവിടുത്തെ അധ്യാപകനായി. അതിനുശേഷം ഞാൻ അവിടുത്തെ ഡയറക്ടറായി ഇപ്പം നിൽക്കുന്നു. ഏറ്റവും ഒരു അതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രമാത്രം സംഘർഷഭരിതമായ ഔദ്യോഗിക ജീവിതത്തിലായിരുന്നാലും മറ്റ് പ്രായോഗിക ജീവിതത്തിലായിരുന്നാലും ആ സംഘർഷം ലഘൂകരിക്കുന്നതിന് കലാരൂപങ്ങൾ സഹായിക്കും. അതിൽ ഇന്ദ്രജാലം എന്ന് പറയുന്ന കലാരൂപം അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ സംഘർഷത്തിന് അയവ് വരുത്തുവാൻ ഇന്ദ്രജാലം തീർച്ചയായും ഗുണം ചെയ്യുമെന്ന്. ഇപ്പം ഈ സാധാരണ മനുഷ്യർക്ക് മാത്രമല്ല, ഇപ്പം മാനസിക വൈകല്യമുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടും അവരുടെ ഒരു ട്രൂപ്പ് ഉണ്ടെന്ന്. അതെ, ഇപ്പോൾ ലോകത്ത് ആദ്യമായിട്ടാണ്. അതായത് ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ എംപവർമെൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. എംപവർമെൻ്റ് എന്നുള്ളത് ഈ സാധാരണ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതല്ല, സാധാരണ ആളുകൾക്ക് പറ്റാത്തൊരു കാര്യം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു എംപവർ എന്നാണ് നമ്മൾ അതിൻ്റെ പേര് തന്നെ കൊടുത്തിരുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി മിഷനുമായി സഹകരിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ മാജിക് അക്കാഡമിയിൽ ലോകത്ത് ആദ്യമായിട്ട് ഇപ്പോൾ 20 മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ ഒരു ട്രൂപ്പ്. ഇപ്പോൾ മാനസിക വൈകല്യമുള്ളവർ ഒരാളായി പോയി ഷോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ മാനസിക വൈകല്യം വന്ന ആളുകളുടെ ട്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പ് വർക്ക് ഉണ്ടാക്കണം. ഈ ഗ്രൂപ്പ് വർക്ക് പോയിട്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ പോലും ഇതിനകത്തുണ്ട്. പക്ഷേ ഇവരെല്ലാവരെയും കൂടെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഒരു ട്രൂപ്പ്, അതൊരു പക്ഷേ ഒരു വലിയ റെക്കോർഡായിരിക്കും. അതിപ്പോൾ നമ്മളിപ്പോൾ ജൂൺ 2nd വീക്കിൽ അതിവിടെ നമ്മൾ അവരുടെ അരങ്ങേറ്റം നടത്താൻ പോവുകയാണ്. വളരെ ഗംഭീരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് മനസ്സിലായതും അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായതുമാണിത്. ഞാൻ ജാലവിദ്യ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 10-15 വർഷമായി. പക്ഷേ ഇത്രയും വലിയൊരു അനുഭവം ഉണ്ടായത് ഈ ഒരു ട്രൂപ്പിനെ പഠിപ്പിക്കുമ്പോഴാണ്. ശരിക്കും ഈ ജാലവിദ്യ അല്ലെങ്കിൽ നമ്മൾ ഇന്ദ്രജാലം എന്ന് പറയുന്ന മാജിക് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നൊക്കെയാണ് വളരെ അത്ഭുതത്തോടു കൂടി വളരെ ഒരു പ്രദേശം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മളൊരു പ്രദേശത്തൊരു ഡോക്ടർ, ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതിലും കുറവായിരുന്നു ഒരു ജാലവിദ്യക്കാരൻ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉത്സവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ ഇവർ വരുന്നുമുണ്ട്, സ്കൂളിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ജാലവിദ്യ പഠിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ജാലവിദ്യയുടെ സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്താണ്? യഥാർത്ഥത്തിൽ എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു സമ്മേളനമാണ് ഇന്ദ്രജാലം എന്ന് പറയുന്നത്. അതിനകത്ത് ഗണിതശാസ്ത്രമുണ്ട്. അപ്പോൾ ഈ കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒത്തിരി ജാലവിദ്യകളുണ്ട്. അതിപ്പം അതിന് നമ്മൾ മാജിക് എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന മാജിക്കുകളുണ്ട്. ഇലൂഷൻ മാജിക്കുകളെല്ലാം ഫിസിക്സുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ രസതന്ത്രം, കെമിക്കൽ മാജിക് എന്നൊരു സെഷൻ തന്നെയുണ്ട്. അപ്പോൾ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ജാലവിദ്യ. എന്തിന് ബോട്ടണിയിൽ പോലും മാജിക് ഉണ്ടെന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാൻഡ്രേക്ക് എന്നൊരു വാക്കങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? മാന്ത്രികനായ മാൻഡ്രേക്ക്. എന്താണ് ഈ മാൻഡ്രേക്ക്? മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അത് പലർക്കും അറിയില്ല. അപ്പോൾ ഈ ലീഫാക്ക് എന്ന് പറയുന്ന എഴുത്തുകാരന് ഈ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഒരു ചെടിയുടെ പേര് ഒരു മാജീഷ്യന് കൊടുത്തതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. കാരണം ഈ മാൻഡ്രേക്ക് ചെടിയുടെ വേര് എന്ന് പറയുന്നത് അത്ഭുതകരമായ ഈ ഔഷധ
സിദ്ധിയുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഈ ചെടി അത് കൂടുതൽ കഴിച്ചാൽ മരിച്ചു പോകും, അങ്ങനത്തെ സ്ഥലം. പക്ഷേ ഈ സഡേഷനൊക്കെ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഈ ചെടിയുടെ വേരാണ്. റോമിൽ ഇത് ഏറ്റവും കൂടുതൽ, അവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. റോമിൽ ഈ ക്രൂസിഫിക്കേഷൻ, കുരിശിലേറ്റുന്ന സമയത്ത് ആളുകൾ ഒരു വേദനയും ഇല്ലാതെ നിൽക്കുന്നത് ഈ പറയുന്ന അന്നത്തെ അവിടുത്തെ സ്ത്രീകൾ, റോമിലെ സ്ത്രീകൾ ഈ പറയുന്ന മാൻഡ്രേക്കിൻ്റെ വേരൊരു നിശ്ചിത അനുപാതത്തിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് ആളെ കുടിപ്പിച്ച് കഴിഞ്ഞാൽ സഡേഷൻ ഇഫക്റ്റാണ്, നമ്മുടെ ശരീരത്തിൽ വേദന അറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ, അപ്പോൾ ആ പവറുള്ള അന്ന് മജീഷ്യൻസ്, അന്നത്തെ പ്രാചീന കാലത്തെ മജീഷ്യൻസൊക്കെ മാൻഡ്രേക്ക് വേരൊക്കെ ഒരു മാല പോലെയൊക്കെ കഴുത്തി കെട്ടിക്കൊണ്ട് കിടക്കും. ഇതിൻ്റെ വേരിന് മനുഷ്യൻ്റെ രൂപത്തിനൊക്കെ സാദൃശ്യമുണ്ട്. മാൻഡ്രാഫോറ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നൊരു ചെടിയാണത്. അപ്പം നമ്മുടെ ഇവിടുത്തെ കറ്റാവ് എന്നൊക്കെ ഓപ്പിയം പോപ്പി എന്നൊക്കെ പറയുന്ന ആ ചെടിയുടെ വിഭാഗത്തിൽപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന ബോട്ടണി അതിനകത്തുണ്ട്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഇന്ദ്രജാലത്തിൽ ശാസ്ത്രം ഇല്ല എന്ന് പല ആന്ത്രോപോളജിസ്റ്റുകളും അവകാശപ്പെട്ടിട്ടുണ്ട്. വിദേശത്തു നിന്നാളുകൾ പറയുന്ന ആളുകൾ നമ്മൾ അംഗീകരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഇന്ദ്രജാലത്തിലുള്ള ശാസ്ത്രം എന്ത് എന്ന് ഇന്നിപ്പോൾ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഒരുപാട് ജാലവിദ്യ രംഗത്തേക്ക് കടന്നു വന്നു. അവരിന്നിപ്പം ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ നൂതനമായ കണ്ടെത്തലുകളെല്ലാം തന്നെ നൂറ്റാണ്ടുകളായി ജാലവിദ്യക്കാർ ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സൈക്കോളജിക്കലായിട്ടുള്ള ഇപ്പം മിയർ എക്സ്പോഷർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സങ്കേതമുണ്ട്. മിയർ എക്സ്പോഷർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇല്ലാത്തൊരു കാര്യം നമ്മളുള്ളതായി നമുക്ക് തോന്നിപ്പിക്കാൻ, അതാണ് മിയർ എക്സ്പോഷർ എന്നാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, അവിടെ ഒരു കടയിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് അവിടെ പറയുകയാണ്, ഒരു ദിവസം നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ത്രീ പ്രസവിച്ചപ്പോൾ കുട്ടി കരടിയുടെ രൂപമായിരുന്നു. അപ്പോൾ നമ്മൾ ചിരിക്കും, അങ്ങനെയൊന്നും വരാൻ വഴിയില്ല എന്ന്, നമ്മളത് വിട്ടു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ കൗതുക വാർത്തയിൽ ഞാൻ വാർത്ത കേട്ടു, നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ത്രീ പ്രസവിച്ചപ്പോൾ കുട്ടി കരടിയുടെ രൂപമായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് ചിരിക്കുമ്പോൾ നമ്മൾ പറയും, നോ ഉണ്ട്, ഞാനിത് നേരത്തെ കേട്ടിട്ടുണ്ട്. ഈ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ആ മിയർ എക്സ്പോഷർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. മിയർ, അത് വളരെ ചെറുതായി നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യത്തെ റിപ്പീറ്റഡായി കേൾക്കുമ്പോൾ അത് ഏറ്റു പറയുവാൻ നമ്മൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. സ്ഥിരമായി നമ്മൾ ബസ് കയറാൻ പോകുമ്പോൾ കാണുന്ന ഒരാൾ, വേറൊന്നും നമുക്കറിയില്ല അയാളെക്കുറിച്ച്, സ്ഥിരമായി കാണുന്ന ആളാണ്. വേറൊരു സ്ഥലത്തൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നിൽക്കുമ്പോൾ ആളുകളെല്ലാം വളഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ എനിക്ക് ഇദ്ദേഹത്തെ അറിയാമെന്ന് പറയും. പക്ഷെ നമുക്കൊന്നും അറിയില്ല, ഈ ആളിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പക്ഷെ അറിയാമെന്ന് നമ്മൾ പറയുന്നതാണ് മിയർ എക്സ്പോഷർ. ആ ഇഫക്റ്റ് ജാലവിദ്യയിൽ ഭംഗിയായി ഉപയോഗിക്കുന്നു. പ്രസ്റ്റീജ് സജഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ വളരെ പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരാൾ, നല്ല ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കും, അല്ലേ? എന്താ ആ പൊസിഷൻ നമ്മൾ അംഗീകരിക്കുന്നു, ദാറ്റ് ഈസ് പ്രസ്റ്റീജ്. മജീഷ്യൻ എന്ത് ചെയ്യും? ആദ്യം ഒരു പ്രസ്റ്റീജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇയാൾ പറയുന്നതെല്ലാം ആളുകൾ വിശ്വസിക്കാൻ പാകത്തിൽ അവതരിപ്പിച്ച് കൊണ്ടുവരും. പക്ഷേ ഇതിനിടയിൽ ഇദ്ദേഹം മിസ്ഇൻഫർമേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്, അതായത് വിരുദ്ധ വിവര സിദ്ധാന്തം പ്രയോഗിക്കും. വിരുദ്ധ വിവര സിദ്ധാന്തം എന്ന് പറയുമ്പോൾ പേടിക്കാനൊന്നുമില്ല, കള്ളം പറയൽ എന്നുള്ളത് തന്നെ. അപ്പോൾ ഭംഗിയായിട്ട് പറഞ്ഞു വരുമ്പോൾ ഇത് ശരി എന്ന് തോന്നുന്ന രീതിയിലേക്ക് ആളെ കൊണ്ടെത്തി അവിടെ നമുക്കൊരു ശരിക്കും ഒരു ബിലീഫ് പെർസിവറൻസ് എന്ന് പറയും. ഒരു കാര്യം നമ്മളങ്ങ് വിശ്വസിച്ചാൽ പിന്നെ നമ്മൾ ശാസ്ത്രീയമായി ഇത് തെറ്റാണെന്ന് പറഞ്ഞാലും ശാസ്ത്രം അംഗീകരിക്കുകയും ഈ വിശ്വാസം അതുപോലെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ആളുകളുടെ ഒരു കുഴപ്പമാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ മനുഷ്യനുണ്ട് എന്നുള്ള മനുഷ്യൻ്റെ പരിമിതികളാണ് ഈ പറഞ്ഞാൽ. ഈ പരിമിതികളെ അതിവിദഗ്ധമായി എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജാലവിദ്യക്കാർ ചെയ്യുന്ന കാര്യം. സാർ, അപ്പോൾ ഈ നമ്മൾ ആൾ ദൈവങ്ങൾ ഇങ്ങനെ ഭസ്മം ഇതിനെടുക്കുക, തല ഇങ്ങനെ പല ഭാഗമായിട്ട് മുറിച്ച് കാണിക്കുക, ഇതെല്ലാം നമുക്ക് അതൊക്കെ നമുക്കൊരു അത്ഭുതമായിട്ടാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതായത് ഇപ്പൊ ഈ തല മുറിക്കുന്നു എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടതല്ല, ആൾ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ഇലൂഷനാണ്. അപ്പൊ ഈ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇലൂഷൻ എന്ന് പറയുന്നൊരു ചോദ്യം, നമ്മളുടെ ചോദ്യം എന്താണ് ഇലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിവിനപ്പുറത്തൊരു കാര്യം നമ്മുടെ കൺമുമ്പിൽ നടക്കും. നടന്നു കഴിയുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ വരും. ഈ ചോദ്യത്തിന് ഉത്തരം തേടി നമ്മൾ പോകും. പക്ഷേ ഇതിന് ഉത്തരം കിട്ടാത്ത സാഹചര്യമാണ് ജാലവിദ്യയിലുള്ളത്. കാരണം ഉത്തരം കിട്ടാത്ത രീതിയിലാണ് ജാലവിദ്യ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉത്തരം കിട്ടില്ല. അങ്ങനെ ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഒടുവിലൊരു സമാധാനത്തിന് വേണ്ടി നമ്മളൊരു തീരുമാനത്തിലെത്തും, എനിക്ക് തോന്നിയതാണ്, ദാറ്റ് ഈസ് ഇലൂഷൻ. അപ്പോൾ അയാളുടെ മനസ്സിലാണ് ഈ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇലൂഷൻ എവിടെയാ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ മജീഷ്യന്റെ കയ്യിലോ സ്റ്റേജിലോ ഒന്നുമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ മനസ്സിലുണ്ടാകുന്ന തോന്നലിനെയാണ് ഇലൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ മറ്റത് ഇപ്പോൾ പറഞ്ഞത്, ഇപ്പം അന്തരീക്ഷത്തിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് വസ്തുക്കളെ സൃഷ്ടിക്കുക, ശാസ്ത്രം പഠിച്ച് നമുക്കറിയാം ഒരിക്കലും പറ്റില്ല എന്നുള്ളത്. പക്ഷേ ശൂന്യതയിൽ നിന്ന് വസ്തുക്കളെ സൃഷ്ടിക്കുന്നത് ജാലവിദ്യക്കാരന് എളുപ്പമാണ്. അപ്പോൾ അത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ കരുതും
ഇതൊരു അമാനുഷികതയല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അത് ഇപ്പോൾ സാധാരണ ഒരു വിദ്യാഭ്യാസമുള്ള ഒരാൾ അതിനകത്ത് വീഴും. എന്തായാലും നമുക്ക് അത് സംബന്ധിച്ചൊരു ഐറ്റം അത് സംബന്ധിച്ചായിട്ടൊന്നും ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് വസ്തു സൃഷ്ടിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു എന്തെങ്കിലും വസ്തു വേണമെന്ന് പറഞ്ഞാൽ കൈ നീട്ടിക്കോളൂ. ഇപ്പോൾ കൈ ഒന്ന് നീട്ടി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് കൈ നിർത്തിക്കാൻ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സാധനം കിട്ടിയതായി സങ്കല്പിക്കുക, വെറുതെ സങ്കല്പിച്ചാൽ മതി. എല്ലാം തോന്നലുകളാണ് ജാലവിദ്യയിലുള്ളത്. എന്നിട്ട് നമുക്കത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൈ ഒന്ന് നീട്ടി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, കേട്ടോ. ഭസ്മമാണ്, ഒന്നാം തരം ഭസ്മമാണ്. ചോദിച്ചു തന്നെ. അപ്പൊ ഈ ഭസ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ളതല്ല, ഇത് ചാണകം കത്തിച്ചുണ്ടാക്കി യഥാർത്ഥ ഭസ്മമാണ്. അതുകൊണ്ട് കെമിക്കലൊന്നും അതില്ല. അതാണ് അതിന്റെ പ്രത്യേകത.